പവർ ടീമിലേക്ക് കയറി ആദ്യ ഭരണപരിഷ്കാരത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് നടപ്പാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സായിക്കും കൂട്ടർക്കും 8ന്റെ പണിയും കൊടുത്തുകൊണ്ട് ബിഗ് ബോസ് പ്രത്യക്ഷപ്പെട്ടു. കയറിയ സമയം മുതൽ സായിയുടെ ആ കുരുട്ടുബുദ്ധി നിറഞ്ഞ തലയ്ക്കകത്തു നിന്നുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കണം ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത പുതിയ സുനാപ്പികൾ നമ്മൾ ആവിഷ്കരിക്കാൻ പോകുന്നത്? ഇതാണ് അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സായി ഓരോന്ന് പറയുമ്പോഴേക്കും അന്തം വിട്ട് ശ്രീരേഖയും നമ്മുടെ ശരണ്യയും ഇരിക്കുന്നു. എല്ലാം കേട്ട് കുലുങ്ങിച്ചിരിക്കുവാൻ വേണ്ടി നന്ദനയും അടുത്തുണ്ട്. ആ സമയത്ത് സായി പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യമുണ്ട്. ഈ വീട്ടിൽ ആർക്കും പരസ്പരം റെസ്പെക്റ്റ് ഇല്ല, ബഹുമാനമില്ലാതെയാണ് സംസാരിക്കുന്നത്. ഏടാ വാടാ പോടാ നീ, ഇതൊക്കെയാണ്. ആ പരിപാടി നമ്മളിവിടെ നിർത്താൻ പോവുകയാണ്. 3 ടീം ഇവിടെയുണ്ട്. 1 കിച്ചൺ ടീം, 2 ഫ്ലോർ ടീം, 3 ബാത്റൂം ടീം. ഇവരൊക്കെ ഇവിടുത്തെ ജോലിക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ കൂടെയുള്ളവരെയും മറ്റുള്ള ജോലിക്കാരെയും അവർ സംബോധന ചെയ്യേണ്ടത് എടാ വാടാ വിളിച്ചായിരിക്കരുത്. ഇനി മുതൽ മാഡം, സാർ എന്ന് വിളിച്ച് മാത്രമായിരിക്കണം. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും അവരെ വിളിക്കാൻ പോകുന്നത്. അതുപോലെ അവർ പരസ്പരവും അങ്ങനെയായിരിക്കണം വിളിക്കേണ്ടത്. രണ്ടാമത്, ഡ്യൂട്ടിയിൽ വയലേഷൻസ് വരുത്തുന്നവർ, അതുപോലെ നിയമത്തിൽ ഗുരുതരമായ ലംഘനങ്ങൾ വരുത്തുന്ന ആൾക്കാർ, അവർക്ക് കൊടുക്കാൻ പോകുന്ന പണിഷ്മെന്റ്, ഏറ്റവും കുറഞ്ഞ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ കഞ്ഞി വെക്കുന്നയാള് അടുക്കളയിൽ കൃത്യസമയത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ അവരെ പവർ റൂമിന്റെ വാതുക്കൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിർത്തും. രാവിലെ മുതൽ വൈകുന്ന സമയം വരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ സർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമുക്ക് സല്യൂട്ട് അടിക്കണം. അതാണ് അവസ്ഥ. അപ്പോൾ അവർ ചെയ്യേണ്ട ജോലി ആര് ചെയ്യും? അത് നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. കഞ്ഞി നമ്മൾ വെക്കും, പക്ഷേ അവർ സല്യൂട്ട് അടിച്ചാൽ മതി. എത്ര മനോഹരമായ ആചാരങ്ങൾ. അടുത്തത്, ഗുരുതരമായ നിയമം ലംഘിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളിന്റെ റൂമിനകത്തെ AC നമ്മൾ ബിഗ് ബോസിനെ കൊണ്ട് കട്ട് ചെയ്യിക്കും. തുടർന്ന് ഏറ്റവും നന്നായി ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏത് ടീമാണ് അവർക്കൊരു സർപ്രൈസ് ഉണ്ടാകും. അവരുടെ മുറിക്കകത്തേക്ക് മാത്രം രാത്രിയിൽ ഒരടിച്ചുപൊളി പാട്ട് ബിഗ് ബോസിനെ കൊണ്ട് നമ്മൾ പ്ലേ ചെയ്യിക്കും. അവർക്ക് അത് പാട്ട് പാടി അവിടെ കിടന്ന് ഡാൻസ് ചെയ്യാം. ബാക്കിയുള്ള ടീം അംഗങ്ങൾക്കൊക്കെ ഇത് കണ്ടിട്ട് വായിൽ വെള്ളവും വിഴുകിക്കൊണ്ടിരിക്കാം. ഇതായിരിക്കും ഇവർക്ക് കൊടുക്കാൻ പോകുന്ന സർപ്രൈസ്. അപ്പൊ ഈ സംഗതിയൊക്കെ വർക്കൗട്ട് ആകുമോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കണ്ടേ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരുമിച്ച് ദണ്ഡം പിടിച്ചുകൊണ്ട് നമ്മൾ ബിഗ് ബോസിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാൻ പോവുകയാണ്. ബിഗ് ബോസ്, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇത് കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ആദ്യം ഈ സാമ്പിൾ ടെസ്റ്റ് വിജയിക്കും എന്നുള്ളതിന് ഒരു ഉറപ്പ് തരാൻ വേണ്ടി പവർ റൂമിനുള്ളിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്തു തരണം. പാട്ട് വരും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ടും വരുന്നില്ല. രണ്ടാമത് വീണ്ടും ശരണ്യ പോയി വടിയും പിടിച്ചുകൊണ്ട് പറയാം, ബിഗ് ബോസ്, ഞങ്ങളുടെ അധികാരം ഉപയോഗിച്ച് പറയുകയാണ്, പവർ ടീമിന് വേണ്ടി ഇപ്പോൾ ഈ മുറിക്കകത്ത് പാട്ടിടണം. ബിഗ് ബോസ് മൈൻഡ് ചെയ്യുന്നില്ല. ചമ്മി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ്. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് പവർ ടീമിന്റെ ശ്രദ്ധയ്ക്ക്. നിങ്ങളൊക്കെ മനോഹരമായി പാടാൻ അറിയുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് തന്നെ അങ്ങ് പാടിക്കോളൂ. ഇത് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കേൾക്കെയുള്ള അനൗൺസ്മെന്റ് ആയിരുന്നു. അത് പറഞ്ഞു തീരുകയും ചുറ്റുവട്ടങ്ങളിൽ നിന്നും കൂക്കുവിളിയും ആരവങ്ങളും ഉയർന്നു. നമ്മുടെ അഭിഷേകൊക്കെ വന്ന് ആ പവർ ടീമിന്റെ കിളിവാതിലിനകത്ത് കൂടി കൂ കൂ എന്ന് കൂവുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും തേഞ്ഞു ചമ്മി എന്നുള്ളത് വ്യക്തമായി എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്ത സ്ഥിതിക്ക് ജാള്യതയോടുകൂടി സായി ആ മുറിക്കകത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയോടുകൂടിയാണ് ആ ദൃശ്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. തുടക്കത്തിലെ ബിഗ് ബോസ് പണി കൊടുത്ത സാഹചര്യത്തിൽ ഇനി വൈവിധ്യമുള്ള സാധനങ്ങൾ തലയ്ക്കകത്തിരിക്കുന്നതൊക്കെ സായി വലിച്ചു പുറത്തിടുമോ എന്നുള്ളത് നാം കണ്ടറിയണം.